എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാം. വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ല ഒരു റെസിപ്പി തന്നെയാണ്. മസാലയൊന്നും വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ല. മുട്ടയും ബ്രെഡും ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. നല്ല റിച്ച് ആയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ കൊടുത്തിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ പലഹാരം നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡ് ആവശ്യമുണ്ട്. 4 സ്ലൈസോളം ബ്രെഡാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ അരികൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെയൊന്നും നമുക്ക് നുറുക്കിയെടുക്കണം. മീഡിയം വലുപ്പമുള്ളൊരു പലഹാരം തയ്യാറാക്കി എടുക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ അധികത്തിലൊക്കെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഈ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കൂട്ടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിളും 2 ടേബിൾ സ്പൂൺ അളവിലാണ്. ക്യാബേജും തക്കാളിയും അതുപോലെ തന്നെ മല്ലിയിലയും കുറച്ച് ബീൻസും അതുപോലെ തന്നെ ക്യാരറ്റും. ഇവയെല്ലാം വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുട്ടികളൊക്കെ വെജിറ്റബിൾ കഴിക്കാത്തവരുണ്ടാകുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കുകയും ചെയ്യും. ഇനി ഇതിലെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുട്ടയാണ്. 4 മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ മുട്ട എടുക്കുമ്പോൾ അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ ആയിരിക്കണം. എന്നാലേ അത് നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എടുത്തു വെച്ചിരുന്ന മുട്ടയെല്ലാം ഞാൻ ഈ ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കുകയാണ്. നമുക്കിവിടെ ബീറ്ററൊന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ മസാലയൊന്നും വഴറ്റി സമയം കളയൊന്നുമില്ല. അല്ലാതെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അതുപോലെ തന്നെ വളരെയധികം ഹെൽത്തിയുമാണ്. ഇനി ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് മുട്ട നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ചെറിയ ഒരു എരിവിന് മാത്രം ആവശ്യമുള്ളൂ. ഒത്തിരി എരിവൊന്നും ആവശ്യമില്ല. ഒറിഗാനോ ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു നല്ല ഒരു ഫ്ലേവറൊക്കെ കിട്ടും ഈ പലഹാരത്തിന്. നമ്മൾ പിസ്സയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന അതുപോലത്തെ ഒരു ഫ്ലേവറൊക്കെ കിട്ടും ഒറിഗാനോയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ. ഈ ചേർത്ത് കൊടുത്ത പൊടികളൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരമാണ് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ എല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ അരിഞ്ഞെടുക്കുമ്പോൾ പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. എന്നാലേ ഇവ വേഗത്തിൽ വെന്ത് കിട്ടുകയുള്ളൂ. എല്ലാം ഒരുമിച്ച് തന്നെ നമുക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. ഇങ്ങനെ ഒന്ന് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും സെർവ് ചെയ്യാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഈവനിങ്ങിൽ സ്നാക്സ് ആയിട്ട് വേണമെങ്കിലും തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഒരു റെസിപ്പി തന്നെയാണ്. ഇനി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ചൂട് കട്ടിയുള്ള ഒരു കുഴുവൻ പാത്രം എടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തേക്കുന്നത്. ലേശം ഒലിവ് ഓയിലാണ് ഇതിൻ്റെ താഴത്തോട്ട് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഒലിവ് ഓയിലിന് പകരം ബട്ടറോ ഗീയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുട്ടയുടെ കൂട്ട് നമുക്ക് മുഴുവനായിട്ട് തന്നെ ഈ കുക്കറിനകത്തോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ചീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാകുന്നത് കൊണ്ട് ചീസും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ചീസ് വേണ്ടാന്നുണ്ടെങ്കിൽ ചീസ് ചേർത്ത് കൊടുക്കണ്ട. ചീസും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ബ്രെഡാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുമ്പോൾ ആ മുട്ടയുടെ ആ ഒരു കൂട്ടിൽ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ കൈകൊണ്ട് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് വേണം ബ്രെഡിൻ്റെ കഷ്ണങ്ങളെല്ലാം വെച്ച് കൊടുക്കാൻ. ഒന്ന് നേരത്തെ തന്നെ എല്ലാ പീസസും ഒന്ന് വെച്ച് കൊടുക്കാം. നുറുക്കി വെച്ചിരുന്ന ബ്രെഡിൻ്റെ കഷ്ണങ്ങളെല്ലാം മുട്ടയുടെ കൂട്ടിലോട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു രീതിയിൽ തന്നെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം ആ മുട്ടയുടെ ബാറ്ററിൽ ഈ ബ്രെഡിൻ്റെ കഷ്ണങ്ങളെല്ലാം ഒന്ന് മിക്സായി കിട്ടണം. എന്നാലേ അത് കറക്റ്റായിട്ട് നമുക്ക് സെറ്റായി കിട്ടുകയുള്ളൂ. ഇനി സ്റ്റൗ ഓൺ ആക്കിയിട്ട് കുക്കറിൻ്റെ മുകളിലത്തെ ടോപ്പൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. വേറൊരു ലിഡാണ് ഞാനിത് മുകളിലോട്ട് വെച്ച് കൊടുത്തേക്കുന്നത്. ഒരു മീഡിയത്തിനും ലോയ്ക്കും ഇടയിലുള്ളൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ. അടിവശമല്ലേ കരിഞ്ഞു പോകും. കുക്കറിലൊരു ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാൻ മീഡിയത്തിനും ലോയ്ക്കും ഇടയിലുള്ള ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു വശം കൂടെ ഇതുപോലെ മൂപ്പിച്ചെടുക്കാനുണ്ട്. ഓയിൽ തടവിയിട്ടുള്ള പാനിലോട്ടാണ് ഞാൻ തിരിച്ചിട്ട് കൊടുത്തത്.
താഴത്തെ വശം നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി മുകളിലത്തെ ഒരു വശം വേകുന്നതിന് വേണ്ടിയിട്ടാണ് പാനിലോട്ട് തിരിച്ചിട്ട് കൊടുത്തേക്കുന്നത്. 2 സൈഡും ഇതുപോലെ വെന്ത് കിട്ടണം. തീ കുറച്ച് വെച്ചിട്ടേ ചെയ്ത് കൊടുക്കുക. കാരണം മുട്ടയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഉൾവശം കൂടെ വെന്ത് കിട്ടണമല്ലോ. ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വെജിറ്റബിളൊക്കെ കഴിക്കാത്ത കുട്ടികളാകുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കുകയും ചെയ്യും. കാരണം ചീസൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. 2 സൈഡും തിരിച്ചും മറിച്ച് വിട്ട് ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പലഹാരം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാനാണെങ്കിലും വളരെ ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ ഒരു പീസ് കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയും. കാരണം നമ്മൾ മുട്ടയും ബ്രെഡും അതുപോലെ തന്നെ വെജിറ്റബിളും ഒക്കെ നിറയെ ചേർത്ത് കൊടുത്തിട്ടാണല്ലോ തയ്യാറാക്കി എടുത്തേക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. ഓയിലൊന്നും അധികം ചേർക്കാതെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ ഒരു റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.